കൂടാതെ ഗ്രേവി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന കിടിലൻ മത്തി അച്ചാർ. ഇതിനായി 2 കിലോ ചെറിയ ചാള 2 കഷ്ണങ്ങളായി നുറുക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെപ്പർ പൗഡറും ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റോളം മാറ്റിവെക്കാം. അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാനായി ഇതിലേക്ക് ആവശ്യമായ വിനാഗിരി നല്ലവണ്ണം തിളപ്പിച്ച് ചൂടാറാനായി വെക്കാം. ശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് തിളച്ചു വരുമ്പോൾ കുറേശ്ശെ മത്തിയിട്ട് വെള്ളത്തിന്റെ അംശം ഒട്ടുമില്ലാതെ കരിയാതെ വറുത്തുകോരാം. ഇനി അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഒരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് മീൻ വറുത്ത എണ്ണയും ചേർത്ത് നന്നായി ചൂടായി വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാക്കില വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ 4 പച്ചമുളകും ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് കാന്താരിമുളകും കൂടി ചേർത്ത് അച്ചാറിന്റെ മണം വരുന്ന പരുവം വരെ ഈ കൂട്ട് മൊരിയിച്ചെടുക്കാം. മൊരിഞ്ഞു വന്ന കൂട്ടിലേക്ക് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ സാധാ മുളക് പൊടിയും ചേർത്ത് വെള്ളത്തിൽ കട്ടിയായി ചാലിച്ചിട്ട് കൊടുക്കാം. പൊടി കരിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊടി മൂത്ത് എണ്ണ ഇറങ്ങുന്ന പരുവത്തിൽ തിളപ്പിച്ചാറിയ 3 ബൗൾ വിനാഗിരിയും 4 ബൗൾ തിളപ്പിച്ചാറിയ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി ഇതിൽ തിള വരുമ്പോൾ കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവി തിളച്ച എണ്ണ തെളിഞ്ഞു വരുമ്പോൾ പൊരിച്ചു വെച്ച മത്തിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അവസാനമായി 1 സ്പൂൺ ഫിഷ് മസാല പൊടിയും 1 നുള്ളു പഞ്ചസാരയും ചേർത്ത് ഉപ്പും പുളിയും പാകം നോക്കി വാങ്ങി വെച്ചാൽ രുചികരമായ മത്തി അച്ചാർ റെഡി.